നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി വമ്പൻ നീക്കം. പുതിയ യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്നതിനുള്ള 70,000 കോടി രൂപയുടെ വൻ കരാറിന് പ്രതിരോധ മന്ത്രാലയം അംഗീകാരം നൽകാൻ ഒരുങ്ങുകയാണ്. ഈ അത്യാധുനിക സ്റ്റെൽത്ത് ഫ്രിഗേറ്റുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്ന ഏറ്റവും സാങ്കേതികമായി നൂതനമായ കപ്പലുകളായിരിക്കും. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന നീലഗിരി ക്ലാസിന്റെ തുടർച്ചയാണിത്. തദ്ദേശീയമായി വികസിപ്പിച്ച അഗ്നി നിയന്ത്രണ സംവിധാനങ്ങൾ, ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലുകൾ, അന്തർവാഹിനി വിരുദ്ധ ആയുധങ്ങൾ, ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങൾ എന്നിവയുൾപ്പെടെ ഉയർന്ന തലത്തിലുള്ള തദ്ദേശീയമായ വിപുലമായ യുദ്ധ സംവിധാനങ്ങൾ വഹിക്കാൻ കഴിയും വിധമാകും ഇവയുടെ നിർമ്മാണം. പ്രോജക്ട് 17A പ്രകാരം നടന്നുകൊണ്ടിരിക്കുന്ന ഫ്രിഗേറ്റുകളുടെ നിർമ്മാണത്തിൽ ഈ യാർഡുകൾ ഇതിനകം ഏർപ്പെട്ടിട്ടുണ്ട്. സർക്കാർ ഉടമസ്ഥതയിലുള്ള കപ്പൽശാലകളായ മസഗോൺ ഡോക്സ്യാർഡിന്റെ ലിമിറ്റഡിന്റെയും ഗാഡ്സ് റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സും ആണ് പ്രോജക്ട് 17A നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വികസിത കപ്പൽശാലകളിലൊന്നാണ് MDL. ഈ കരാറോടെ വിദേശത്തു നിന്നടക്കം കരാറുകൾ കമ്പനിയെ തേടി എത്തുമെന്നും റിപ്പോർട്ടുണ്ട്. ജോലിയുടെ ഗണ്യമായ ഭാഗം ലഭിക്കുന്ന നിരവധി ഉപവിതരണക്കാർക്കും വെൻഡർമാർക്കും ഈ ഓർഡർ ഗണ്യമായ ഉത്തേജനം നൽകും. ഇന്ത്യയിലെ ഏറ്റവും വികസിത കപ്പൽശാലകളിലൊന്നായ MDL ഈ കരാറോടെ അതിന്റെ ഗണ്യമായ ഓർഡർ ബുക്കിംഗ് കൂടുതൽ ആകാനും സാധ്യതയുണ്ട്. മുംബൈ ആസ്ഥാനമായുള്ള യാർഡിൽ നിലവിൽ കൽവാരി ക്ലാസ് അന്തർവാഹിനികൾ, പ്രോജക്ട് 17A ക്ലാസ് ഫ്രിഗേറ്റുകൾ എന്നിവ നിർമ്മിക്കുന്നു. കൂടാതെ പ്രോജക്ട് 15B ക്ലാസ് ഡിസ്ട്രോയറുകളുടെ നിർമ്മാണം അടുത്തയിടെ പൂർത്തിയായി. കൂടാതെ നടപ്പ് സാമ്പത്തിക വർഷത്തിനുള്ളിൽ MDL 3 കൽവാരി ക്ലാസ് അന്തർവാഹിനികൾക്ക് കൂടി കരാർ ഒപ്പിടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം 35,000 കോടി രൂപ മൂല്യം കണക്കാക്കുന്ന ഈ പുതിയ അന്തർവാഹിനികൾ ഇതിനകം യാർഡ് നിർമ്മിച്ച 6 കൽവാരി ക്ലാസ് അന്തർവാഹിനികളെക്കാൾ വലുതും വികസിതവുമായിരിക്കും. അതേസമയം GRSC നിലവിൽ അടുത്ത തലമുറ ഓഫ്ഷോർ പെട്രോളിംഗ് വെസലുകളും ആന്റി സബ്മറൈൻ വാർഫെയർ കോർവെറ്റുകളും നിർമ്മിക്കുന്നു. കൊൽക്കത്ത ആസ്ഥാനമാക്കിയുള്ള യാർഡും അടുത്തയിടെ കയറ്റുമതി ഓർഡറുകൾ നേടിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.